ഈ പാമ്പിനെയാണല്ലോ പിടിക്കുന്നത്. അതെ, പാമ്പുമായിട്ട് ഏറ്റവും അധികം അടുത്തിടപഴകുന്നു, പാമ്പുകളുടെ മുട്ട വിരിയിക്കുന്നു, അതെ, പാമ്പുകളെ ഉമ്മ വയ്ക്കുന്നു, അതെ. പാമ്പുകളെ ചേർത്ത് നിർത്തുന്നു. അപ്പൊ ഇതിനെ ഒരു അറപ്പിന്റെ രീതിയിൽ കണ്ടുകൊണ്ട് മാറ്റി നിർത്തപ്പെടുക, ആ അനുഭവങ്ങളുണ്ടോ? അയ്യോ! നിങ്ങൾ ചോദിച്ചോ നമ്മൾ ഇന്ന് ഇരിക്കുന്ന ഡേറ്റ് നിങ്ങൾക്കറിയാലോ. ആ. ഇന്നലയ്ക്ക് മുന്നേ ഒരു ദിവസം ഒരാള് ഒരാള് പാമ്പിനെ പിടിക്കാൻ പോയി. ഞാൻ കൈയൊക്കെ കഴുകി. ബാക്കിയുള്ള എല്ലാവരും ഷേക്ക് ഹാൻഡ് കൊടുത്തു. അവരെല്ലാം വാങ്ങി. പുള്ളി പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ കൈ തരാൻ പറ്റി പെട്ടെന്ന് കൈ വലിച്ചിട്ട് പുള്ളി പെട്ടെന്ന് ബാക്കിലേക്ക് മാറി. ഈ കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുന്നേ. ഒരു 4 ദിവസങ്ങൾക്ക് മുന്നേ, 4, 5 ദിവസങ്ങൾക്ക് അല്ല ഒരാഴ്ചയ്ക്ക് മുന്നേ ഞാനിതുപോലെ ഒരു പാമ്പുള്ള അതിഥിയെ പിടിച്ചു. കൈയൊക്കെ സോപ്പിട്ട് വാഴക്കൊക്കെ കഴുകി. എന്നിട്ട് അത് എനിക്ക് 500 രൂപ തന്നു. തന്ന സമയത്ത് എൻ്റെ കയ്യിലേക്ക് ടച്ച് ചെയ്യാൻ സമയം പെട്ടെന്ന് മേളിൽ നിന്ന് കൈ ഇങ്ങനെ കയ്യിൽ കൊണ്ട് തരാൻ പോയിട്ട് പെട്ടെന്ന് കയ്യിലങ്ങ് ഇട്ടു. എന്നിട്ട് പെട്ടെന്ന് കൈ വലിച്ചു. അപ്പോൾ ഇങ്ങനെയൊക്കെ അറപ്പാട്ടും വെളുപ്പാട്ടൊക്കെ ഉണ്ടാകുന്ന പിള്ളേരെ മക്കളെ സാധാരണക്കാരാണ് കേട്ടോ കൂടുതൽ. കൊച്ചു മക്കളെ നമ്മൾ കൈയൊക്കെ സോപ്പിട്ട് കഴുകിയിട്ടായിരുന്നപ്പോൾ നമ്മൾ കൊച്ചു മക്കൾക്ക് തൊടാൻ ചെല്ലുമ്പോൾ ഒരു പതുക്കെ കൊച്ചിന് ഇഷ്ടമില്ലാത്തതൊക്കെ ഒരു കൊച്ചിനെ ഇങ്ങനെ മാറ്റി മാറ്റി കൊണ്ടുവന്ന സംഭവം ഒത്തിരി ഉണ്ടായി. പിന്നെ നമുക്ക് എന്താ പറയുക നമ്മുടെ പല സ്ഥലത്തും ചെല്ലുന്നത് എനിക്ക് ഒരുപാട് ഇത് അനുഭവങ്ങളുണ്ട്. ഒരു നെയ്യാറ്റിൻകരയ്ക്ക് അടുത്താണ്. നെയ്യാറ്റിൻകര പോകണ്ട, ഊരുട്ടമ്പലത്തിനടുത്ത് എവിടെയാണെന്ന് എൻ്റെ ഓർമ്മ. ഒരുപാട് വർഷം പഴക്കമുണ്ട്. അപ്പോൾ അവിടെ ഞാനിങ്ങനെ ഒരു എഡ്യൂക്കേറ്റഡ് ആയ ഒരു അമ്മയാണ് കേട്ടോ. അമ്മ അന്ന് അധ്യാപികയായിരുന്നു, റിട്ടയർഡ് ആയെന്നാണ് തോന്നുന്നത്. അതേ പ്രിൻസിപ്പളോ മറ്റായിരുന്നു. അതേ എന്താ പറയുക സ്കൂളിലെ HM എന്തോ ആയിരുന്നു അന്ന്, എനിക്ക് ഓർമ്മ വരുന്നില്ല. ആ അമ്മയുടെ അവിടെ വീട്ടിലൊരു പാമ്പ് വന്നു, വീടിൻ്റെ മുന്നിൽ മതിൽ പാമ്പ് വന്നു. ഞാനത് പോയി മതിൽ പൊളിച്ചു. ഏകദേശം എനിക്കൊന്നൊരു ഉച്ചയ്ക്ക് ഒരു 11:30ക്ക് തുടങ്ങി ഒരു 6 മണിക്കാണ് കിട്ടുന്നത്. ഞാൻ ഫുഡൊന്നും കഴിച്ചില്ല. ഞാൻ ഒരു പണ്ടും എൻ്റെ ചെറുപ്പത്തിലെ ഞാനൊരു വീട്ടിൽ ഇപ്പോൾ അങ്ങനെ ആഹാരം കഴിക്കില്ല. വേറൊന്നും കൊണ്ടല്ല, നമുക്ക് ആഹാരം തരണം അതുകൊണ്ട് ഇനി അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ള ചിന്ത എൻ്റെ ചെറുപ്പം മുതലേ എനിക്കത് ഉണ്ടാകും. അപ്പോൾ അങ്ങനെ ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പാത്രമൊക്കെ കഴുകി അല്ല ക്ഷീണിച്ച് വേർത്ത് ഇങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിത് കുടിക്കാൻ വെള്ളം തരുമോ വെച്ചു. അപ്പോൾ കുടിക്കാൻ മക്കളെ ഇപ്പോൾ കൊണ്ടുവാ കുടിക്കാനില്ല. അവർ വീട്ടിൻ്റെ പുറകിലൂടെ പോയി വീട്ടിലെ പുറത്ത് ഉപയോഗിക്കുന്ന ബാത്റൂമിൽ നിന്ന് ബക്കറ്റിൽ കിടന്ന മഗ് എടുത്ത് കഴുകി അതിലെനിക്ക് കുടിക്കാൻ വെള്ളം കൊണ്ടുവന്നു. അത് വ്യക്തമായിട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ എൻ്റെ അവിടെ ജോലിക്കാരുണ്ട്. അപ്പോൾ ചേട്ടാ കുടിക്കല്ലേ, അത് ബാത്റൂമിൽ ഉപയോഗിക്കുന്ന വെള്ളം മഗ്ഗാണെന്ന്. ഞാൻ പിന്നെ കുടിച്ചില്ല, കളഞ്ഞു. അത് കഴിഞ്ഞ് എനിക്ക് ഏറ്റവും ആത്മാർത്ഥമുള്ള സുഹൃത്തുണ്ടായിരുന്നു. ഏറ്റവും നല്ല സുഹൃത്താണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാനൊരു 10, 12 വർഷം കൊണ്ട് ഞാൻ എൻ്റെ തിരുവോണം ഉണ്ണുന്നത് എൻ്റെ അമ്മയോടോ അപ്പനോടോ ഒന്നുമല്ല. തിരുവനന്തപുരത്ത് അറിയപ്പെടുന്ന ഒരു അനാഥ മന്ദിരത്തിലാണ്. അറിയപ്പെടുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ പ്രമാദം ഒരു ക്ഷേത്രമുള്ളൂ. ആറ്റുകാൽ ക്ഷേത്രമാണ്. സത്യം പറഞ്ഞാൽ ആറ്റുകാൽ ക്ഷേത്രത്തിലേക്ക് തൊഴാൻ പോകുന്ന ഭക്തജനങ്ങൾ അമ്മയ്ക്ക് പതിനായിരക്കണക്കിന് രൂപയും സ്വർണ്ണമൊക്കെ കൊണ്ട് കാണിക്കയിടാൻ പോകുമ്പോഴത്തേക്ക് ആ പോകുന്ന വഴിക്കുള്ള ഒരു അനാഥ മന്ദിരമാണ് ആനന്ദ നിലയം. അവിടെ കുറേ കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അവരെയൊന്നും മൈൻഡ് ചെയ്യാതെ തന്നെ അവർ ദൈവത്തിന് കൊടുത്തിട്ട് എന്താ നേടാൻ പോകണമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഈ പാവപ്പെട്ട 10 പേർക്ക് ആഹാരം കഴിക്കാൻ ഇവിടെ കൊടുത്തിരുന്നെങ്കിൽ അത്രയും പുണ്യം എങ്ങനെയുണ്ട്. ദൈവവും അനുഗ്രഹിക്കട്ടെ, അനുഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇതും കൂടിയും ശ്രദ്ധിക്കണം പോകുന്ന ആൾക്കാരെന്നാണ് എനിക്ക് പറയാൻ. അപ്പോൾ ഞാൻ തിരുവോണം 10 വർഷം അവിടെയാണ് ഉണ്ണുന്നത്. അപ്പോൾ ഒരു തിരുവോണത്തിന് എന്നെ വിളിച്ച് സുരേഷേ ഒരു കാര്യം ചെയ്യും, എൻ്റെ ഇന്നത്തെ തിരുവോണം എൻ്റെ വീട്ടിൽ ഞാൻ വരാൻ പറ്റില്ല ചേട്ടാ, എനിക്ക് ഇതാണ് വലുതെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാ അവിടുത്തെ മക്കൾ 11:45 എന്നെ പ്രതീക്ഷിക്കും എല്ലാ തിരുവോണത്തിനും. അപ്പോൾ ഞാൻ കഴിച്ചു. ഞാനവിടെ നിന്ന് ഇറങ്ങി. ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ വരാം, പായസം കുടിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചെന്നു. എന്നെ വിളിച്ച് വീട്ടിൻ്റെ വരാന്തയിൽ ഇരുത്തി. ഞാൻ ഇരുന്നു. പായസം എടുക്കാമെന്ന് പറഞ്ഞു. ശരി, ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അരമണിക്കൂറായി, 3/4 മണിക്കൂറായി, പായസം കണ്ടില്ല, ആരെയും കാണുന്നില്ല. അപ്പം ഞാൻ വെറുതെ അഴിച്ച് അടുക്കളയിലേക്ക് പോയി. അപ്പോൾ അവരെല്ലാം അകത്തുണ്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇതുപോലെ ഗ്ലാസ്സുകളെല്ലാം ഇങ്ങനെ ഒരു 100ഓളം ഗ്ലാസ്, 10-50ഓളം ഗ്ലാസ്സെല്ലാം വീടിനകത്ത് ഇരിപ്പുണ്ട്. അപ്പോൾ മോനെ മാത്രമല്ല, മോൻ വെളിയിൽ നിന്ന് ഓടി വരുന്നു, ബാക്കിൽ കൂടെ ഓടി. മോൻ ബാക്കിലത്തെ എവിടെയോ ഒരു കടയിൽ പോയി ഡിസ്പോസിബിൾ ഗ്ലാസ് കൊണ്ടുവന്നു എനിക്ക് പായസം തന്നു. അപ്പോൾ ഞാനത് കുടിച്ചു. എനിക്ക് മനസ്സിലായി അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ആ ഡിസ്പോസിബിൾ ഗ്ലാസ് തന്നെ കുടിച്ചിട്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ അത് കളയാതെ മടക്കി എൻ്റെ പോക്കറ്റിട്ട് വെട്ടിക്കൊണ്ടുവന്ന് ഞാൻ ഡിസ്പോസിബിൾ ആണ്. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ടായിരുന്നു ഇത് ഈ മേഖലയിൽ. പക്ഷെ അതൊന്നും എനിക്ക് അവരുടെ ഇടുങ്ങിയ മനസ്സായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ആ കാലഘട്ടത്തിൽ പാമ്പിനുള്ള അറപ്പോ വെറുപ്പോ ഒക്കെ ആയിരിക്കാം. അതുകൊണ്ട് അതൊന്നും ഞാൻ വലിയ സംഭവമായിട്ട് കാണാറില്ല. ഒരുപാട് അനുഭവമുണ്ട് അവർക്ക്. പോട്ടെ. ഈ പാമ്പുകളെ പാഷനാക്കുക, അല്ലെങ്കിൽ പാമ്പ് പിടുത്തം ഒരു ലഹരിയായിട്ട് ജീവിതത്തിൽ കൊണ്ട് നടക്കുക, അതുകൊണ്ട് നഷ്ടങ്ങൾ മാത്രമാണോ സംഭവിച്ചിട്ടുള്ളത്? ലാഭം എന്ന് പറഞ്ഞാൽ എന്താ ലാഭമുള്ളത്? ജീവിതം മൊത്തം നമുക്കെല്ലാം നഷ്ടങ്ങളല്ലേ ഉള്ളൂ. നമ്മുടെ സ്വപ്നത്തിനനുസരിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. നമ്മളെപ്പം തിരക്കിലായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നവർ നിങ്ങളെല്ലാവരും. ഞാൻ മാത്രമല്ല, നിങ്ങളെല്ലാവരും. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ നഷ്ടം എന്ന് പറഞ്ഞാൽ കണക്കുകളില്ല.
അത്രയ്ക്ക് നഷ്ടമാണ്. കാരണം വെച്ചാൽ ഞാൻ ഒരു അതിഥിയെ പിടിക്കാൻ പോകുന്ന സമയത്ത് വണ്ടിക്കൂലി ഒരു മുതലാവാറ്. പിന്നെ ചെറുപ്പം മുതലേ ഞാൻ ഇതൊരു എന്താ പറയുക ഒരു ഒരു എന്താ പറയുക ഒരു തമാശയായിട്ടാണ് ആദ്യം തുടങ്ങിയത്. ഉം. ഒരു കോമഡി. അതൊരു അവനെ കമ്പ് വെച്ച് തട്ടി നോക്കി അത് കുഴപ്പമൊന്നുമില്ല. അത് ചുമ്മാ അങ്ങനെ നിൽക്കുന്നു. അപ്പോൾ എനിക്ക് ചിരി തോന്നി. എൻ്റെ ചെറുപ്പത്തിൽ വീട്ടുകാരൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചൊരു കഥയിൽ ഒരു നായകൻ ഇങ്ങനെ ഒരു എന്തോ പോലെ നിൽക്കുന്ന കണ്ടപ്പോൾ പിന്നെ അങ്ങനെ തോന്നി അതൊരു പാഷനാക്കി. നഷ്ടങ്ങളെന്ന് പറഞ്ഞാൽ കണക്കുകൾ നിരത്താൻ പറ്റാത്തൊരു നഷ്ടമുണ്ട്. കുടുംബത്തിനായിരുന്നാലും ഇപ്പം എനിക്കൊരു അമ്മയ്ക്കൊരു അസുഖം വന്നു. എനിക്ക് പെട്ടെന്ന് പോകാൻ പറ്റില്ല. അച്ഛനൊരു അസുഖം. അച്ഛനിപ്പോൾ ക്യാൻസറായിട്ട് കിടന്നിട്ട് എനിക്ക് നോക്കാൻ പോലും പറ്റിയില്ല. ഞാൻ എപ്പോഴും ഇതൊരു ലഹരിയായപ്പോൾ എനിക്ക് എല്ലാത്തിനേക്കാളും വലുത് ഇതാണെന്ന് ചിന്തിച്ച് ഇങ്ങനെ കൊളയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പോൾ അച്ഛനെ ഞാൻ വേറെ വെളിയിൽ നിന്ന് ആൾക്കാരെ വെച്ച് സേവനയിൽ നിന്നൊക്കെ ആൾക്കാരെ വെച്ചാണ് അച്ഛനെ നോക്കി. അപ്പോൾ ഇപ്പോൾ അനിയത്തി ട്രീറ്റ്മെൻറ്റിലാണ്. കിഡ്നിയുടെ അസുഖം. കിഡ്നീൻ്റെ പ്രശ്നങ്ങൾ 2 കിഡ്നിയും ഫെയിലിയറായിട്ട് ട്രീറ്റ്മെൻറ്റ്. ഹാർട്ടിൻ്റെ പമ്പിങ്ങിന് കുറവുണ്ട്. ഷുഗർ വളരെ കൂടുതലാണ്. കണ്ണിന് കാഴ്ച കുറഞ്ഞു. അപ്പോൾ ഇതിനെല്ലാത്തിനും ഞാൻ തന്നെ 2 ചേട്ടന്മാർ എനിക്ക് വേറെയുണ്ട്. പക്ഷെ അവർ എന്താണെന്നറിയില്ല. അവരുടെ മനസ്സെങ്ങനെയാണല്ലോ അവർക്ക് സമയത്തിന് നോക്കാനൊന്നും അവർ സത്യം പറഞ്ഞാൽ ഇത് പറയാൻ പാടില്ല. എന്നാലും വിഷമം കൊണ്ട് പറയുകയാണ്. ഇന്നലെ നമ്മൾ ഇരിക്കുന്നതിൻ്റെ മുന്നേ ഇന്നലെ ഞാൻ നാട്ടിലില്ല. എൻ്റെ അനിയത്തി പെട്ടെന്ന് ദേഹം തളർന്ന് വീണു. പ്രഷർ ഇത് എന്താ പറയുക ഹാർട്ടിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് കിഡ്നി പ്രശ്നമുള്ള പെട്ടെന്ന് തളർന്ന് വീണു. ഇരുന്നിരിപ്പിന് അതിന് അനിയത്തി ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഞാൻ 2 ചേട്ടന്മാരെ മാറി വിളിച്ചു. രണ്ടുപേരും ഒരാൾ വീട്ടിൽ കെട്ടിൽ കിടന്നുകൊണ്ട് ഫോൺ എടുത്തിട്ട് പറഞ്ഞ് ഞാൻ ഓട്ടത്തിലാണെന്ന് പറഞ്ഞു. നമുക്കറിയാമല്ലോ കിടക്കുമ്പോൾ ഉണ്ടാകുന്ന ഫാൻ്റെ. അപ്പോൾ അതൊക്കെ മാനസികമായിട്ട് വിഷമങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ തുറന്നത്. ആളുകൾ വിചാരിക്കുന്നത് വെച്ചാൽ ബാബാതുരേജ് എന്തോ വലിയ സംഭവമാണ്, വലിയ എന്തൊക്കെയാണ്. എനിക്ക് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റിയില്ല. ഇന്നലെ കൊണ്ടുപോകാൻ പറ്റില്ല. 2-3 മണിക്കൂർ ആ സൗകര്യം ബോധമില്ല കിടന്നിട്ട് പിന്നെ അത് അടുത്തുള്ള കുഞ്ഞമ്മയുടെ മോനൊക്കെ എടുത്ത് കിടത്തി റിക്കവറായി കിടക്കുന്ന ഒരു കുഴപ്പം. ഇന്ന് വൈകിട്ട് എനിക്ക് കാർഡിയോ ഡോക്ടറിനെയും കിഡ്നിയുടെ ട്രീറ്റ്മെൻറ്റ് നടക്കുന്ന ഡോക്ടറെ കൊണ്ടുപോകാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിന്ന് കോളൊന്നും വന്നിട്ട് പോകാതെ നിങ്ങൾക്ക് വേണ്ടി മാത്രം ഇന്ന് സമയം മാറ്റി വെച്ചു എന്നാണ്. അപ്പോൾ ഇങ്ങനെ നഷ്ടങ്ങൾ അപ്പോൾ അങ്ങനെ ഇരിക്കുന്നൊരവസ്ഥ എനിക്ക് പെട്ടെന്ന് ഓടിയെത്താൻ പറ്റും. അപ്പോൾ ഞാൻ എവിടെയെങ്കിലും ഒരു പാമ്പിനെ പിടിക്കാൻ കുറച്ച് ദൂരത്തിൽ നിൽക്കുമ്പോൾ ചിലപ്പോൾ ഒരു മതിൽ ഇടിക്കേണ്ടി വരും. അപ്പോൾ ഒരുപാട് സമയമെടുക്കും. എനിക്കിവിടെ ഹോസ്പിറ്റലിൽ വന്നാൽ എനിക്ക് പെട്ടെന്ന് ഇവിടെ ഓടിയെത്താൻ പറ്റും. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ. അമ്മയ്ക്ക് സുഖമില്ലായ്കയുണ്ട്. അപ്പോൾ അത് പിന്നെ എൻ്റെ സുഖമില്ലായ്കകൾ ഞാൻ കണക്ക് കൂട്ടാറില്ല. ഒരിക്കലും കണക്ക് കൂട്ടും. കാരണം എനിക്കിപ്പോൾ അറിയാമല്ലോ ഞാനിപ്പോൾ ഈ യാത്രയ്ക്കിടയിൽ എനിക്കൊരു 8-9 വർഷങ്ങൾക്ക് മുന്നേ ഞാൻ പത്തനംതിട്ടയിൽ മലയാലപ്പുഴ ക്ഷേത്രത്തിൻ്റെ തൊട്ട് മുന്നിലൊരു വീട് അവർക്ക് വീട് സെയിൽ ചെയ്യണം. സെയിൽ ചെയ്യാനായിട്ട് വാങ്ങാനായിട്ട് ആൾ വരുമ്പോൾ പരസ്യം കൊടുത്തു. ആൾ വരുമ്പോൾ ഒരു പാമ്പ് അതിഥി ഇങ്ങനെ അപ്പുറത്ത് നിന്ന് ഇഴഞ്ഞ് നേരെ ഇപ്പുറത്ത് വന്നു. അവർ വീട് പാമ്പ് ഉള്ളതുകൊണ്ട് വീട് വാങ്ങാതെ പോകുമ്പോൾ അടുത്ത ആൾ വരുമ്പോൾ സെയിം ഇദ്ദേഹം വീണ്ടും അപ്പുറത്ത് നിന്ന് ഇങ്ങോട്ട് വന്നു. അങ്ങനെ ഇവർ പറഞ്ഞു ആരോടും പറയാതെ ചേട്ടാ നമുക്കായിരുന്നു പിടിക്കണം. അങ്ങനെ ഞാൻ ഇന്ന് വൈകിട്ട് പോയി മതിൽ പൊളിക്കാൻ തുടങ്ങി. ഞാൻ ആരും അറിഞ്ഞില്ല. നാളെ രാവിലെ 11 മണി വരെ ആ പണി ചെയ്തുകൊണ്ടിരിക്കുക. മതിലിൻ്റെ അടിയിലാണ് ബേസ്മെന്റ് റോഡിന്റെ സൈഡ് വാളിന്റെ അടിയിലാണ് കയറുന്നത്. 24 മണിക്കൂർ മതിൽ പൊളിച്ചോണ്ടിരിക്കുക. അത് ഇന്ന് വൈകിട്ട് 5-6 മണിക്ക് തുടങ്ങിയ പണി ഒരാളും എന്നെ കണ്ടില്ല. ഞാൻ ആ മതിൽ ഹൈറ്റുള്ള അതിൻ്റെ അടിയിൽ നിന്ന് മതിൽ പൊളിച്ച് പിറ്റേന്ന് രാവിലെ 11 മണിയായപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ക്ഷീണം. ഉറങ്ങിയിട്ടില്ല. എനിക്ക് ഭയങ്കര ക്ഷീണമാണ്. അപ്പം ഞാൻ ചേട്ടാ എനിക്ക് ഒരാളിനെ ഇവിടെ കിട്ടുമെന്ന് വെച്ചു. അങ്ങനെ പുള്ളി 10-11 മണിയായപ്പോൾ ക്ഷേത്രത്തിനടുത്തുള്ള പൊക്കം കുറഞ്ഞിട്ടുള്ള ഒരാളിനെ വിളിച്ചിട്ട് വന്ന് പുള്ളി ഇറങ്ങി ഒരു കല്ലെടുത്തിട്ട് കല്ല് പൊങ്ങുന്നില്ല. അപ്പോൾ ഞാൻ പുള്ളിയെ കയറാൻ പറഞ്ഞു. അപ്പോൾ സൈഡ് എന്ന് വെച്ചാൽ റോഡിൻ്റെ സൈഡ് വളാം. അപ്പോൾ അവിടെ കല്ല് അറിയാലോ കല്ല് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു പോഷം ഇടിച്ച് വെച്ചിരിക്കണം. അതിൻ്റെ മുകളിലൊരു സ്തൂപമുണ്ട്. അതിലൊരു കയറ് കെട്ടിയിട്ടൊരു പേര അങ്ങോട്ട് വലിച്ചു കെട്ടിയിട്ടുണ്ട്. പുള്ളിക്കാരൻ്റെ കയറാൻ പറഞ്ഞു. പുള്ളിക്കാരെ ഞാനങ്ങ് ഇറങ്ങുകയും ചെയ്തു. പുള്ളി ഈ കയറ് തൂങ്ങി കയറുകയും ചെയ്തു. അപ്പോൾ അവിടം വെച്ച് പാറ ഇടിഞ്ഞ് എൻ്റെ നടുവിൽ കിടക്കും. ഞാൻ പാറയ്ക്കടിയിലായി. എന്നിട്ട് ഇവിടെ 3 പൊട്ടലുണ്ടായിരുന്നു. ഇവിടെ ഒരു പൊട്ടലുണ്ടായിരുന്നു. ഈ 4 പൊട്ടലുമായിട്ട് അവരെന്നെ പത്തനംതിട്ട ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞു എനിക്ക് പെയിൻ കില്ലർ എടുത്ത് നേരെ അവിടെ നിന്ന് ഞാൻ ആംബുലൻസ് വിളിച്ചിട്ട് വേണ്ട മെഡിക്കൽ കോളേജിൽ നിന്ന് അഡ്മിറ്റായി. എത്രയോ മാസം റെസ്റ്റ്. ഒരാളും എന്താണെന്ന് ചോദിച്ചിട്ടില്ല. വീട്ടുകാർ പിന്നെ വിളിച്ചിട്ടേ ഇല്ല. എങ്ങനെയുണ്ടെന്നൊന്നും ചോദിച്ചിട്ടില്ല. ഇതാണ് നമ്മുടെ അവസ്ഥ. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് ഞാൻ കോട്ടയത്തൊരു അതിഥി എടുത്തിട്ട് പറഞ്ഞെങ്കിൽ പോത്തൻകോട് വെച്ച് ഞാൻ ഇങ്ങോട്ട് വരുന്നു. ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു കുട്ടി എന്താ പറയുക SIT നിന്ന് കുട്ടിയുടെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് കുട്ടിയും തള്ളയും അതിൻ്റെ മുത്തശ്ശിയും കൂടെ കൊണ്ടൊരാൾ കാറിൽ അങ്ങോട്ട് വന്നു. പുള്ളി സ്പീഡിൽ വന്ന് ഞങ്ങളുടെ സൈഡിൽ കയറി ഞങ്ങളെ ഇടിച്ച് ആ കാർ ഇടിച്ചിട്ട് എനിക്ക് മൂക്കിൻ്റെ പാലവും പൊട്ടി. എൻ്റെ നട്ടലിന് 3 പൊട്ടലുണ്ടായി. അത് കഴിഞ്ഞ് ഏകദേശം അതും കുറച്ച് ദിവസം ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇവിടുന്ന് രാവിലെ കോട്ടയത്ത് പാമ്പാടിയിലേക്ക് ഒരു അതിഥിയെ പിടിക്കാണ്ട് ഇപ്പോൾ ഒരു കൊറോണയ്ക്ക് ശേഷം കൊറോണയ്ക്ക് ശേഷം പോകുന്ന വഴിക്കാണ് തട്ടത്ത് മല വെച്ച് ഡ്രൈവിംഗ് പഠിച്ചുകൊണ്ട് ഒരു ലേഡി കാറ് കൊണ്ട് ഒരു തിട്ടയിലിടിച്ച് തിരിച്ചു വന്നപ്പോൾ അതിലിടിക്കാതെ ഞങ്ങൾ KSRTC സൂപ്പർ ഫാസ്റ്റിൻ്റെ അടിയിൽ പിടിച്ച് കയറി. അതും എനിക്ക് 3 പൊട്ടലുണ്ടായിരുന്നു നടുവിൽ. അത് കഴിഞ്ഞിട്ട് ആണ് 3 ദിവസം കഴിഞ്ഞാണ് ഞാൻ കോട്ടയത്തേക്ക് പാമ്പിനെ പിടിക്കാൻ പോകുന്നത്. കുറിച്ചിയിൽ.
ആ 3 ദിവസം എനിക്ക് ബെൽറ്റ് ഇട്ടിട്ടുണ്ട്, ഇവിടെ എല്ലാം ബെൽറ്റ് ഇട്ടിട്ടുണ്ട്, കഴുത്തിൽ കോളർ ഇട്ടിട്ടുണ്ട്, ഒക്കെ ചെയ്തിരിക്കുമ്പോൾ ഞാൻ കാറിൽ ഇതെല്ലാം അടിച്ചു വെച്ചിട്ടാണ് പാമ്പിനെ പിടിക്കാൻ ഇറങ്ങുന്നത്. അത് പിടിക്കുന്ന സമയത്താണ് എനിക്ക് പെട്ടെന്ന് പിടിച്ച് നിവരാൻ പറ്റിയില്ല. അപ്പോഴാണ് തുടയിലേക്ക് കടിക്കുന്നത്. അങ്ങനെ ഹോസ്പിറ്റലൈസ്ഡ് ആവുന്നു. അവസാനത്തെ കടി അതല്ല, അതിനുശേഷം വീണ്ടും 3 കടിയുടെ കിട്ടി. ആ 3 കടിയും നല്ല കടികളായിരുന്നു. ഒന്ന് ഇവിടെ ആയിരുന്നു, ഒന്ന് ഇവിടെ ആയിരുന്നു, ഇവിടെ ഇതെങ്ങനെയായിരുന്നു. അപ്പോൾ ലേറ്റസ്റ്റ് ഇവിടെയായിരുന്നു ലാസ്റ്റ് കടി. കോട്ടയത്തെ കടി ഇവരെ എല്ലാവർക്കും അറിയാം. അതിനുശേഷം 3 കടി ഉണ്ടായി.